വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. നമ്മുടെ നീറ്റ് കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഷെഡ്യൂൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഷെഡ്യൂൾ കൂടെ സാൻഡാക്കിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 6-ാം തീയതിയാണ്. അടുത്ത മാസം, അതായത് ആഗസ്റ്റ് 6-ാം തീയതിയാണ് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അതിനുള്ളിൽ നിങ്ങൾക്ക് സാൻഡാക്കിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ തന്നെ ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പോണ്ടിച്ചേരി, തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, ഇങ്ങനെ അതർ സ്റ്റേറ്റിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ ഗൈഡൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട സീറ്റുകളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പൊ നമുക്ക് സാൻഡാക് പുതുച്ചേരിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ നമുക്കറിയാം. നമുക്ക് സാൻഡാക് പുതുച്ചേരിയുടെ വെബ്സൈറ്റ് ആയ sandakpuducherry.in എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ ബുള്ളറ്റ് കറക്റ്റായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. നമുക്കറിയാം പോണ്ടിച്ചേരിയിൽ ഒട്ടനവധി ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. നമുക്ക് ഗവൺമെന്റ് കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി നമ്മൾ അഡ്മിഷൻ നേടണം. പോണ്ടിച്ചേരിയിലെ ഏക ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ്. അവിടെയുള്ള 15% സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ അത് MCC നടത്തിയിരുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി നിങ്ങൾ അപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. അതുവഴിയാണ് അഡ്മിഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതർ സ്റ്റേറ്റിലെ സ്റ്റുഡൻസിന് അതുവഴി മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ നമ്മളിപ്പോൾ പറയുന്നത് സാൻഡാക് പുതുച്ചേരി കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ എന്ന് വെച്ചാൽ അവിടുത്തെ NRI കോട്ട സീറ്റുകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കാണ് നമുക്ക് കേരളത്തിലെ വിദ്യാർത്ഥി അല്ലെങ്കിൽ പോണ്ടിച്ചേരിക്ക് പുറത്തുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത്. അതായത് പിംസിലെ സീറ്റുകൾ, പിംസിലെ 15% സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ നമുക്ക് അർഹതപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ NRI കോട്ട സീറ്റുകൾ നമുക്ക് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ശ്രീ മണക്കുള വിനായക മെഡിക്കൽ കോളേജ് പോണ്ടിച്ചേരി, അതുപോലെ തന്നെ ശ്രീ വെങ്കടേശ്വര മെഡിക്കൽ കോളേജ്, ഈ രണ്ട് മെഡിക്കൽ കോളേജിലും 250ഓളം സീറ്റുകൾ അവൈലബിൾ ആണ്. പിംസിലാണെങ്കിൽ 150 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിംസ് അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. ശ്രീ വെങ്കടേശ്വര മെഡിക്കൽ കോളേജ് തെലുങ്ക് മൈനോറിറ്റി കോളേജ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൈനോറിറ്റി കോളേജുകളും പോണ്ടിച്ചേരിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മൈനോറിറ്റി കോളേജുകളിൽ സീറ്റ് ഫില്ല് ചെയ്യാത്ത ഘട്ടം വരികയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ്, അതായത് മോപ്പപ്പ് റൗണ്ടിൽ ഈ സീറ്റുകളൊക്കെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മാനേജ്മെന്റ് കോട്ടയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുന്ന തരത്തിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സാൻഡാക്കിൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആണ്. 1 ടൈം രജിസ്ട്രേഷൻ മാത്രമാണിത്. അടുത്തതായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് കോട്ട നമുക്ക് അർഹതപ്പെട്ട സീറ്റുകളല്ല, എന്നാൽ പോലും ഗവൺമെന്റ് കോട്ടയിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് SC/ST കാറ്റഗറിക്ക് 500 റുപ്പീസും അതർ കാറ്റഗറി ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയാണ് ഉള്ളത്. നമുക്ക് അതർ സ്റ്റേറ്റിലെ സ്റ്റുഡൻസിന് ഗവൺമെന്റ് കോട്ട സീറ്റുകളിലേക്ക് അപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുകയില്ല. ഇനി അടുത്തതായി മാനേജ്മെന്റ് കോട്ട സീറ്റ്സിലേക്ക് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 1000 രൂപയും ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 2000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ളത്. അതർ സ്റ്റേറ്റിലെ സ്റ്റുഡൻസിനും അപ്ലിക്കേഷൻ ഫീസ് 2000 രൂപയാണ്. NRI കാറ്റഗറിക്ക് 5000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ഉള്ളത്. കൂടാതെ അലോട്ട് ചെയ്യുന്ന സീറ്റുകൾ നമ്മൾക്ക് അർഹതപ്പെട്ട സീറ്റ് ഗവൺമെന്റ് കോട്ട സീറ്റുകൾ ഓൾറെഡി പറഞ്ഞു. അവിടുത്തെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമുക്ക് ഉള്ള സീറ്റുകളൊക്കെ MCC വഴിയാണ് നമ്മൾ അഡ്മിഷൻ നേടേണ്ടത്. സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ അതുപോലെ തന്നെ NRI കോട്ട സീറ്റുകളാണ് നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ. ഈ സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ബാക്കിയുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഒക്കെ പോലെ തന്നെ 4 റൗണ്ടുകളാണ് നമുക്ക് സാൻഡാക്കിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സാൻഡാക്കില് ഫസ്റ്റ് റൗണ്ട് ഉണ്ട്, സെക്കൻഡ് റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ മോപ്പപ്പ് റൗണ്ട്, അതിനുശേഷവും വാക്കൻസി വരുന്ന സമയത്ത് സ്റ്റേ വേക്കൻസി റൗണ്ടിൽ ആ സീറ്റുകളൊക്കെ തന്നെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ കൗൺസിലിംഗ് പ്രോസസ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ 2000 രൂപ അപ്ലിക്കേഷൻ ഫീസ്, അല്ലെങ്കിൽ NRI കാറ്റഗറിക്ക് പറഞ്ഞ 5000 രൂപ അപ്ലിക്കേഷൻ ഫീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ അപ്ലിക്കേഷൻ ഫീസ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൗൺസിലിംഗ് പ്രോസസ്സ്, സാൻഡാക്കിന്റെ കൗൺസിലിംഗ് പ്രോസസ്സ്, അതായത് പിംസ്, മണക്കുള വിനായക, വെങ്കടേശ്വര, ഈ 3 കോളേജുകളിലേക്കുള്ള സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് യാതൊരുവിധ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് അപ്ലിക്കേഷൻ ഫീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ 2 ലക്ഷം രൂപ നമുക്ക് മാനേജ്മെന്റ് കോട്ടയ്ക്ക് 2 ലക്ഷം രൂപ, അതുപോലെ തന്നെ NRI കോട്ടയ്ക്കും 2 ലക്ഷം രൂപ നമ്മുടെ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് അല്ലെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കടക്കാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിൽ ഒരു സീറ്റ് അലോട്ടായി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിങ്ങൾ സീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ഓപ്ഷൻ എൻട്രി ചെയ്ത് നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ കടക്കാവുന്നതാണ്. അടുത്ത തേർഡ് റൗണ്ടിലും നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്ത് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഓൾറെഡി നമ്മൾ പേ ചെയ്തതാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് NRIക്കും മാനേജ്മെന്റ് കോട്ടയ്ക്കും നമ്മൾ പേ ചെയ്യേണ്ടത് 2 ലക്ഷം രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. നമ്മൾ സീറ്റ് അലോട്ട് ആയിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ആ 2 ലക്ഷം രൂപ നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. അതുകൊണ്ട് തന്നെ സാൻഡാക്കിൽ ഫുൾ ഫീസ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ 16,50,000 ആയിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. ഈ വർഷവും അതേ ഫീസിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. ചിലപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻ വന്നിട്ടില്ല. മേ ബി ഒരു സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 10% ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 17 ലക്ഷത്തോളം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേ വേക്കൻസി റൗണ്ടിൽ നിങ്ങൾ ഫുൾ ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റൗണ്ടിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൗൺസിലിംഗ് പ്രോസസ്സ് റൗണ്ട് 1 നമുക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. ബാക്കിയുള്ള റൗണ്ടിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൗൺസിലിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 2 ലക്ഷം രൂപ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. നമ്മൾ അപ്ലിക്കേഷൻ ഫീസ് അടച്ച്, അതായത് 2000 രൂപ അടച്ച് അല്ലെങ്കിൽ NRIക്ക് 5000 രൂപ അടച്ച് നമ്മൾ സാൻഡാക്കിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റ് സാൻഡാക്കിന്റെ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ പിന്നീടുള്ള റൗണ്ടിലൊക്കെ തന്നെ നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. പുതുതായിട്ടുള്ള രജിസ്ട്രേഷനെ പറ്റി യാതൊരുവിധ അപ്ഡേഷനും സാൻഡാക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പുതിയ രജിസ്ട്രേഷൻ ഉണ്ടാവാനും സാധ്യതയില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പുതിയ രജിസ്ട്രേഷൻ ഉണ്ടായില്ല. സ്റ്റേ വേക്കൻസി റൗണ്ടിൽ സീറ്റുകൾ വാക്കന്റ് വന്ന സമയത്ത് മാത്രം ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിന് മുന്നേ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റ് നിങ്ങൾ കയറി പറ്റുക. അതിനുശേഷം നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടുകളയുക. കാരണം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് വെറും 2000 രൂപ മാത്രമായിരിക്കും. ഈ സീറ്റുകൾ വാക്കന്റോ അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിലേക്കോ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ രജിസ്ട്രേഷന്റെ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റിൽ കയറി പറ്റുക. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കൂടാതെ കോളേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 3 കോളേജുകളാണുള്ളത്. 3 കോളേജുകളും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കോളേജുകളാണ്. ഇത് കൂടാതെ ട്യൂഷൻ ഫീസ് ഏകദേശം ഒരു 16,000 കഴിഞ്ഞ വർഷം ഉണ്ടായത്. 17,000 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ എക്സ്ട്രാ ഫീസുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസുകളൊക്കെ തന്നെ എക്സ്ട്രാ ഉണ്ടാവാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് സാൻഡാക്കിനെ പറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാൻഡാക്കിൽ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുടെ അണ്ടറിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ എല്ലാവിധ ഹെൽപ്പുകളും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ പെയ്ഡ് കൗൺസിലിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു കൗൺസിലിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തെറ്റുകൂടാതെ നിങ്ങൾ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.